ഈ കവിത രചിച്ചത് ബാലയാണ്. ബാലയുണ്ടോ ഇവിടെ? ബാലയാണ്. ബാല ഒന്ന് എണീറ്റിരിക്കാം. ഏകദേശം 2 വർഷം മുമ്പ് ഓണത്തിനെ പറ്റി ഒരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു. അത് അന്ന് അവിടെ ചൊല്ലുകയുണ്ടായി. നല്ലൊരു കവിയാണ്. അന്ന് എനിക്ക് ശ്രദ്ധയിൽ വന്നു ബാലയുടെ ആ ഒരു കഴിവ്. അപ്പോൾ 2 ആഴ്ചയ്ക്ക് മുമ്പേ ബാല പറഞ്ഞു, തിരുവാതിരയ്ക്ക് പറ്റിയൊരു കവിത എഴുതിയിട്ടുണ്ട്, അതൊന്ന് ചൊല്ലാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ചെറിയൊരു രാഗത്തിൻ്റെ ഒരു മിശ്രം കൊടുത്ത് അത് ഞങ്ങളിവിടെ കഴിയുന്നത്ര നന്നായിട്ട് അവതരിപ്പിക്കാൻ നോക്കുകയാണ്. ഇതിലെ എല്ലാ പല്ലവികളും വളരെ നല്ലതാണ്. പലതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വിറച്ച രാവിലെ ഉറഞ്ഞ മഞ്ഞിലായി തുടിച്ചു പാടുമീ അമ്പലക്കുളം. ഞാൻ ബാലയെ വിളിച്ച് ചോദിച്ചു, അമ്പലക്കുളം എങ്ങനെയാണ് തുടിച്ച് പാടുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, തിരുവാതിരയുടെ അന്ന് സ്ത്രീകൾ കുളത്തിൽ കുളിക്കുമ്പോൾ അവർ കൈയിട്ടൊക്കെ അടിച്ച് കളിക്കുമ്പോൾ ആ കുളം ഇങ്ങനെ തുടിച്ചു പാടുന്നതാണ്. ഇത്രയും നല്ലൊരു ഇമേജറി ഞാൻ വേറെ കണ്ടിട്ടില്ല. അതൊന്ന് ചൊല്ലി നോക്കാം. നിറഞ്ഞ മോദത്താൽ തുറന്ന കൈകളാൽ ഊയലിലാടി ദശപുഷ്പം ചൂടി വിരുന്നിനായി വരൂ മാനസങ്ങളിൽ. തൊടുത്ത ബാണത്തിൽ ചൊടിച്ചൊരീശ്വരൻ മിഴിച്ച തൃക്കണ്ണിൽ ജ്വലിച്ച മന്മഥൻ കൊടും തപസ്യയാൽ ദേവി പാർവതി ചടുലമാക്കിയ ശൈവമാനസം. ചരണദാസ്യവും വരണമാല്യവും കാർത്തികീയനും താരകാന്ത്യവും സ്മരണ ചെയ്യുനാം ശിശിര രാവിതേ പകുതിമേലെ പ്രണയ സത്യവും. വിറച്ച രാവിലെ ഉറഞ്ഞ മഞ്ഞിലാൽ തുടിച്ചു പാടുമീ അമ്പലക്കുളം. കുളിച്ചു കേറുന്നു മാർഗഴിക്കാറ്റും മടിച്ചുറങ്ങുന്നു ഉദയഭാസ്കരൻ. വിളഞ്ഞ നെല്ലിന്റെ സുവർണ്ണമണികളാൽ പടർന്ന പാടത്തിൻ നിറഞ്ഞ വൈഭവം ഒരുങ്ങി നിൽക്കുന്നു ഗ്രാമകേരളം. വരുന്ന നാളിലെ ഉത്സവത്തിനാ മകയിരം നാളിൽ
ഭാഗ്യമാംഗല്യ വൃദ്ധികൾ തേടി കൂർത്തൊരു ഞാലിൽ ആടിക്കന്യമാർ ഓർത്തിരിക്കുന്നു കൊതിച്ച മാരനെ. കോമളാംഗികൾ ചാരുതാങ്കണേ കാമരാഗത്തിൽ പാടിയാടുന്നു. വരുന്നൊരാതിരെ തരുന്നു സ്വാഗതം നിറഞ്ഞ മോദത്താൽ തുറന്ന കൈകളാൽ ഊയലിലാടി ദശപുഷ്പം ചൂടി വിരുന്നിനായി വരൂ മാനസങ്ങളിൽ കഴിഞ്ഞ കാലത്തിൻ ഒഴിഞ്ഞൊരോർമ്മതൻ പൊതികൾക്കുള്ളിലായി ചികഞ്ഞു നോക്കവേ വീപ്പടക്കി ഞാൻ മൗന ചോദ്യമായി. തിരിച്ചു കിട്ടുമോ നഷ്ടബാല്യങ്ങൾ? Thank you.